രാവിലെ എണീറ്റ് അത്താഴവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബാങ്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ ഇന്നലെ അത്യാവശ്യം നല്ലപോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറേ വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ബാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ലപോലെ ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ് അങ്ങനെ കിടന്നുറങ്ങിയത്. ഒരു 1:40 ആയിട്ടുണ്ടായിരുന്നു സമയം എണീറ്റപ്പോൾ. പിന്നെ അതിന് ശേഷം ഇതാ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേസ് വാഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് മുഖമൊക്കെ കഴുകിയിട്ടുണ്ട്. രാത്രി മഴയാണെങ്കിലും രാവിലെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ മുടിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ ചീകിയിട്ട് കെട്ടി വെക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മേല് മാത്രമേ ഉള്ളൂ കഴുകുന്നത്. ഇന്നലെ ഷാമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് തല നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ വന്നപ്പോൾ ചിക്കനും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്പാടെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയിൽ കൂടെ ഓരോ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അനിയത്തി കുറച്ച് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ ഞാൻ മുഖത്ത് തേച്ചിട്ടാട്ടോ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കുളി കഴിഞ്ഞ ഉടനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ പണിയും കാര്യങ്ങൾക്കൊക്കെ നിന്നത്. ഞാൻ പിന്നെ എനിക്കറിയാവുന്ന സ്നാക്സ് ആണെങ്കിലും അത് ഫോണിൽ യൂട്യൂബിൽ നോക്കിയിട്ട് മാത്രമേ കേട്ടോ ഈ ചെയ്യാറ്. വെറൈറ്റി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മുട്ട വെച്ചിട്ടാണ് സ്നാക്സ് റെഡി ആക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ടത് സവാളയാണ് മെയിനായിട്ടുള്ളത് മസാലയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് മൈദ ഉപ്പൊക്കെ ഇട്ടിട്ട് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ മസാലയും കാര്യങ്ങളൊക്കെ വഴറ്റിയിട്ട് അതങ്ങനെ റെഡിയാക്കി വെച്ചു ഇതേമാതിരി വെച്ചിട്ടുണ്ട്. പിന്നെ പൊരിക്കാനും കൂടി ഉള്ള ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നിവിടെ മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും മാംഗോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. 2 മാംഗോ വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അങ്ങനെ മാംഗോ ഒക്കെ കട്ട് ചെയ്തിട്ട് പാലും പഞ്ചസാരയും വെച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കലാണ്. എന്നിട്ടാണ് കേട്ടോ അത്യാവശ്യത്തിന് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കൽ. എന്നാലും നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതാ നമ്മൾ ഈ ഒരു ജഗ്ഗിലേക്കാണ് കേട്ടോ ഒഴിക്കണത്. പിന്നെ അതിക്ക് ആവശ്യമാവില്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങനെ സെറ്റാക്കിയിട്ട് ഇതാ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഫ്രീസറിലേക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ടൈം ഏകദേശം കുറേയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടിയിൽ വെച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മുകളിൽ വെച്ചതാണ്. പിന്നെ മെയിൻ കോസ്റ്റായിട്ട് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതും കേട്ടോ റെഡി ആക്കുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഷമാം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ വേറെ ആർക്കും അത് ഇഷ്ടമല്ല. അപ്പോൾ അതിലേക്ക് ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒരു ഷേക്ക് രൂപത്തിലാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത്. പിന്നെ അത് അപ്പുറത്ത് തരിക്കഞ്ഞിയൊക്കെ റെഡി ആവുന്നുണ്ട്. തരിക്കഞ്ഞി ഇവിടെ ഉപ്പിയമ്മയും മാത്രമുള്ള കുടിക്കൽ. അതിനുശേഷം ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേന് ഇത് ഞങ്ങൾ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇതാ ഈ ഒരു മുട്ട മസാലയൊക്കെ പൊരിച്ചെടുത്തിട്ട് അതങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈമും കൂടി അടിച്ചിട്ട് പിന്നെ എല്ലാതും കൂടി മേശമ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വിഭവങ്ങളാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മെയിൻ കോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാതെ വേഗം പോയി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു.